നമ്മൾ ഓർക്കേണ്ടത് 1960കളിലാണ് ഉച്ചകഞ്ഞി മിഡ് ഡേ മീൽ പ്രോഗ്രാം ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്. പിന്നീട് അത് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കണം എന്ന തീരുമാനം എടുക്കുന്നു. ഈ ഉച്ചകഞ്ഞി അഥവാ മിഡ് ഡേ മീൽ പ്രോഗ്രാം അത് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, പാല്, മുട്ട, അതുപോലെ മറ്റ് അതായത് അതിൻ്റെ എന്തൊക്കെയാണ് പോഷണങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ ഓരോ സംസ്ഥാന ഗവൺമെന്റും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അവരുടെ താല്പര്യം എപ്പോഴും കുട്ടികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതാകണം. കാരണം അതായത് ഹ്യൂമൻ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 144 കോടി 17 ലക്ഷം ജനങ്ങളുള്ള ഒന്നാമത്തെ ലോക ജനസംഖ്യ രാഷ്ട്രമാണ്. അങ്ങനെയുള്ള രാജ്യത്ത് ജനം ഒരു ഡിവിഡൻഡായി, ജനം ഒരു എന്താ പറയുക, ഒരു എന്താ ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ വികസനത്തിന് സാധ്യത ഒരുക്കുന്ന ഒരു മൂലധനമായി മാറണം ജനം. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ആ ജനത്തിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ജനത്തിൽ എവിടെ വെച്ചൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒരു കുഞ്ഞിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആ കുട്ടി അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സമയം മുതൽ ജനിച്ച് അതായത് 60 മാസം വരെ വളരെ കൃത്യമായ പരിചരണം വേണം. അതാണ് നമ്മൾ ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ പോഷണങ്ങൾ വേണം? പോഷക സമൃദ്ധമായിരിക്കണം അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുന്ന ആഹാരം. അമ്മ പാലൂട്ടുന്ന കാലം അത്രയും അമ്മയ്ക്ക് കൊടുക്കുന്ന ആഹാരവും, അതുപോലെ കുഞ്ഞിന് കൊടുക്കുന്ന മുലപ്പാലിന് കൂടാതെ പകരം മറ്റു കൊടുക്കുന്ന ആഹാരവും ഒക്കെ പോഷക സമൃദ്ധമായിരിക്കണം. അങ്ങനെ എടുത്താൽ മാത്രമേ ആ ജനത വളർന്നു വരുമ്പോൾ, പിന്നെ അവർ വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴത്തേനും മിഡ് ഡേ മീൽ, അതായത് ഉച്ചക്കഞ്ഞി, ഉച്ചയ്ക്ക് സ്കൂളിലെ ഭക്ഷണം, ഇതൊക്കെ തന്നെ ഇവരെ, അതായത് ഈ ജനതയെ ഒരു വലിയ മുതൽക്കൂട്ടാക്കി മാറ്റാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതായത് മൂലധന നിക്ഷേപമാണ്. അപ്പൊ അതനുസരിച്ച് വേണം ഒരു ഗവൺമെന്റ് എങ്ങനെയാണ്, എന്തൊക്കെ വിഭവങ്ങളാണ് ഉച്ചക്കഞ്ഞിയോടൊപ്പം ഉണ്ടാകേണ്ടത്. മുട്ട ഉണ്ടായിരിക്കണമോ? ആഴ്ചയിൽ എത്ര ദിവസം കൊടുക്കാം? അതുപോലെ തന്നെ പാല് ആഴ്ചയിൽ എത്ര ദിവസം കൊടുക്കാം? എന്തുമാത്രം കൊടുക്കാം എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം കേരളത്തിലെ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് മിഡ് ഡേ മീൽ പ്രോഗ്രാം വലിയ അവതാളത്തിലാണ്. സർക്കാരിന്റെ ധനസ്ഥിതി താഴേക്ക് പോകുന്തോറും ഏറ്റവും കഷ്ടപ്പെടുന്നത് ഈ സ്കൂളിലെ ഉച്ചക്കഞ്ഞി. അതായത് ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പല ഗ്രാമങ്ങളിലും കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് ഈ ഉച്ചകഞ്ഞി മോഹിച്ചാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ അങ്ങനെയാണ്. പിന്നെ ആദിവാസി മേഖലകളിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ കേരളത്തിൽ തന്നെ ആദിവാസി മേഖലകളിൽ അച്ഛനമ്മമാർ രാവിലെ 6 മണിക്ക് പണിക്ക് പോയാൽ വൈകുന്നേരം 5-6 മണിയാവുമ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തുക. അപ്പൊ ആ സമയം ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കാനോ സ്കൂളിൽ അയക്കാനോ ഒന്നും സൗകര്യമില്ല. അപ്പൊ ഈ ഉച്ചക്കഞ്ഞി ഉണ്ടെങ്കിൽ അത് തന്നെ സ്കൂളിൽ പോകാനുള്ള ഏറ്റവും വലിയ ആകർഷണമായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണ് ഗവേഷകരൊക്കെ, ജീൻ റീസിനെ പോലെയുള്ള വലിയ ഗവേഷകർ തന്നെ അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പ്രയോജനങ്ങൾ ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാമിന് ഉണ്ട് എന്നുള്ള കാര്യം. അതായത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ അതായത് അവരുടെ ആരോഗ്യ പരിരക്ഷണം. രണ്ടാമത്തെ കാര്യം വലിയ വീട്ടിലെ കുട്ടിയെന്നോ ചെറിയ വീട്ടിലെ കുട്ടിയെന്നോ, അതായത് വർണ്ണ വ്യത്യാസമില്ലാതെ അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതെങ്ങനെ? സാധാരണ സവർണർ അവരുടെ കുട്ടികളോട് ഉച്ചക്കഞ്ഞിക്ക് പോകരുത് എന്ന് പറഞ്ഞയച്ചാൽ പോലും സുഹൃത്തുക്കളുടെ ഒത്ത് കഴിക്കാനുള്ള താല്പര്യം, പിന്നെ കാരണം കൊണ്ട്, അതുപോലെ തന്നെ അത്ര വലിയ പോഷക സമൃദ്ധം അല്ലെങ്കിലും ഉച്ചയാകാറാവുമ്പോഴത്തേക്കും വരുന്ന ആ ഭക്ഷണത്തിന്റെ നറുമണം, അതാണ് ഗവേഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ നറുമണം കൊതിച്ച് തന്നെ കുട്ടികൾ എല്ലാവരും വരിവരിയായി ചെല്ലുമെന്നാണ്. അപ്പോൾ ആ കൂട്ടത്തില് സുഹൃത്തുക്കളുടെ തോളിൽ കൈയിട്ട് വർണ്ണവിവേചനം കാണിക്കാതെ തന്നെ എല്ലാവരും ഒത്തുചേരുന്നു. അതുപോലെ ഈ മേഖലയിൽ ഒരുപാട് പേർക്ക് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്
ഓഫ് വർക്ക് പീപ്പിൾ ആർ ഗിവൺ എംപ്ലോയ്മെന്റ്. അത് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ സെൻസ് ഓഫ് ഹൈജീൻ, അതായത് ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നു ആഹാരം കഴിക്കുന്നതിന് മുൻപ് എങ്ങനെ കൈ വൃത്തിയാക്കണം, അതുപോലെ കഴിച്ചതിന് ശേഷം കൈയും വായും ഒക്കെ എങ്ങനെ വൃത്തിയാക്കണം, പല്ലെങ്ങനെ വൃത്തിയാക്കണം, ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ ഒരു ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നത് പഠിപ്പിക്കുന്നു. ഇങ്ങനെ വലിയ വലിയ ലെസൺസ് ആണ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതൊരു വെറും ഉച്ചക്കഞ്ഞി ആർക്കോ വേണ്ടി കൊടുക്കുന്ന ഒന്നല്ല. ഇത് ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ സഹായകമായ ഒരു പദ്ധതിയാണ് ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം. ഇനി അതിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബീഹാറിലെ സരൻ ഡിസ്ട്രിക്റ്റിൽ സംഭവിച്ചതുപോലെയുള്ള മരണം, അത് കേരളത്തിലും അങ്ങനെ സംഭവിച്ചാൽ ഈ പറയപ്പെട്ട സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ബീഹാറിലെ അവസ്ഥയായിരുന്നു ഇവിടെയും മെഡിക്കൽ രംഗത്തെ അവസ്ഥയെങ്കിൽ അവിടെ ഒരു പബ്ലിക് ഹെൽത്ത് കെയർ സെന്റർ കാണണമെങ്കിൽ തന്നെ കിലോമീറ്ററുകളോളം നടക്കണം. മറിച്ച് ഇവിടെ അങ്ങനെയല്ല, മുട്ടില് ഹോസ്പിറ്റൽസും സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് വിഷബാധ ഏറ്റാൽ പോലും പെട്ടെന്ന് ചികിത്സ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിലേക്ക് അവർ പോകുന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചേനെ. കാരണം നമുക്കറിയാം പേരാവൂർ കേളകം എന്ന സ്ഥലത്ത് കൂനയിൽ ഇട്ടിരുന്ന ആഹാരം, അതായത് വേസ്റ്റ് ആയിട്ട് വലിച്ചെറിഞ്ഞിരുന്ന ആഹാരം പോലും പെറുക്കി കഴിക്കുന്ന കുട്ടികളുടെ പടം മീഡിയകൾ ഈ പിണറായി സർക്കാർ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്, 2 വർഷം മുൻപാണ് എടുത്ത മീഡിയകളിലൊക്കെ കാണിച്ചത്. അതുപോലെ നമുക്കറിയാമല്ലോ പാലക്കാട്ടെ മധു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇത്തിരി അരി മോഷ്ടിച്ചതിന്റെ പേരിലാണ് അവിടെ നാട്ടുകാരെല്ലാവരും കൂടി അടിച്ചും കുത്തിയും ഒക്കെ ആയിട്ട് കൊന്നുകളഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ പട്ടിണി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെയും ഒരു ജനതയെ അതായത് മൂലധനമാക്കി വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ആ ജനതയിൽ ആദ്യം മുതൽ ശക്തമായ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മിഡ് ഡേ മീൽ പ്രോഗ്രാമിനെ ഗവൺമെന്റും മറ്റുള്ളവരും, അതായത് സ്കൂൾ അധികൃതരും ഒക്കെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്കറിയാവുന്നത് ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങള്. ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത്, ഇവിടെ ഒരു കുട്ടിക്ക് 7 രൂപയാ പെർ ഹെഡ് നീക്കി വെച്ചിരിക്കുന്നത്. അത് തന്നെ എത്ര തുച്ഛമാണ്. മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വാരിക്കോരി പണം ചെലവഴിക്കുമ്പോഴാണ് ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി 7 രൂപ പെർ ഹെഡ് ഒരു ദിവസം ചെലവഴിക്കുക. അപ്പൊ നമുക്കറിയാം അതിനകത്ത് ഒരു മുട്ടയുടെ വില ഇവിടെ എത്രയാന്ന് നമുക്കറിയാമല്ലോ. 6 രൂപയിൽ കൂടുതലാണ് ഒരു കോഴിമുട്ടയുടെ വില. അപ്പൊ 7 രൂപ ഒരു കുട്ടിക്ക് 7 രൂപയാണ് ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി കൊടുക്കുന്നത് എങ്കിൽ അവൻ ഒരാഴ്ചയിൽ എത്ര മുട്ട കൊടുക്കാൻ പറ്റും, എത്ര കുപ്പി പാല് കൊടുക്കാൻ പറ്റും എന്ന് നമുക്കറിയാം. എത്ര പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്രയോറിറ്റി എന്താണ്? സർക്കാരിന്റെ മുൻഗണന എവിടെ കിടക്കുന്നു? പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ അജഗജാന്തര വ്യത്യാസം എന്ന് പറയുന്നതാണ് ഇവിടെ കാണുന്നത്. എന്തുമാത്രം ദൂർത്തും ദുർച്ചെലവുകളും നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ്. കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടിക്ക് 7 രൂപ അതുപോലും കൊടുക്കാനില്ല. ഉച്ചക്കഞ്ഞി നമുക്കറിയാം ഇപ്പോഴും കടഭാരം പേറി ഹെഡ് മാസ്റ്ററുടെ ഹെഡ് മിസ്ട്രസിന്റെ പോസ്റ്റിലേക്ക് അവരോധിക്കപ്പെടുന്ന അധ്യാപകരെ അത് ഒഴിഞ്ഞു മാറുകയാണ്. ഞങ്ങൾക്ക് വേണ്ട. എന്താ കാരണം? ഒന്നുകിൽ ഇവർ അവരുടെ പോക്കറ്റിൽ നിന്ന്, അതായത് അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കടം വാങ്ങിച്ച് ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ടി വരുന്നു. അതുമല്ലെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാ ഉച്ചക്കഞ്ഞി ഇവിടെ കേരളത്തിൽ കൊടുക്കുന്നത്? അതായത് നാട് നീളെ നടന്ന് പിന്നെ ഭിക്ഷാടനം നടത്തി തെണ്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പേരൻസിന്റെ അടുത്ത്, നാട്ടുകാരുടെ അടുത്തൊന്ന് കളക്ഷൻ നടത്തി, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉച്ചക്കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പൊസിഷനിലേക്ക്, ഹെഡ് മാസ്റ്ററുടെയോ ഹെഡ് മിസ്ട്രസിന്റെയോ പൊസിഷനിലേക്ക് വരാൻ പോലും അധ്യാപകർക്ക് താല്പര്യമില്ലാത്തത്. അങ്ങനെ അവഗണിച്ച് തള്ളേണ്ട ഒന്നല്ല ഉച്ചക്കഞ്ഞി. എല്ലാവർക്കും ഇഷ്ടത്തോടെ കുടിക്കാൻ കഴിയുന്ന പോഷക സമൃദ്ധമായ ഒന്നായിരിക്കണം ഉച്ചക്കഞ്ഞി എന്ന കാര്യം എപ്പോഴും നമുക്ക് ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഇനി സ്കൂൾ ഉച്ചഭക്ഷണവുമായിട്ട് എങ്ങനെയുള്ള ആഹാരമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിന് ചില റെഗുലേഷൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യയുടെ ആ നിയമത്തിന്റെ കീഴിൽ തന്നെ വരുന്ന 2020 ഒരു മാറ്റം, അതായത് ഒരു റെഗുലേഷൻ ഉണ്ട്. ആ റെഗുലേഷൻ അനുസരിച്ച് സ്കൂൾ മീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
അതായത് സ്കൂൾ മീൽസ് എന്ന് പറഞ്ഞ് ഫസയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സ്കൂളിനകത്ത് കുട്ടികൾക്കായി കൊടുക്കപ്പെടുന്ന എല്ലാത്തരം ഭക്ഷണവും, അത് ശീതളപാനീയങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് വിൽക്കുന്നതാകാം, NGOs സപ്ലൈ ചെയ്യുന്നതാകാം, സ്കൂൾ അധികൃതർ തന്നെ ഉണ്ടാക്കുന്നതാകാം, സ്കൂൾ ഹോസ്റ്റൽസിൽ നിന്ന് ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതാകാം, മറ്റ് കച്ചവടക്കാർ വന്ന് കൊടുക്കുന്നതാകാം. അത് ശീതളപാനീയങ്ങളാണെങ്കിലും മുട്ടായി പോലെയുള്ള മധുര വസ്തുക്കളാണെങ്കിലും മറ്റെന്താണെങ്കിലും ഏത് തരം ഭക്ഷണമാണെങ്കിലും ക്യാമ്പസിനകത്ത് വിൽക്കുന്നതെല്ലാമാണ് ഈ ഫസൈ, അതായത് ഉച്ചഭക്ഷണത്തിനകത്ത് സ്കൂളിനകത്ത് വിളമ്പുന്ന മീൽസിനകത്ത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ എല്ലാ പദാർത്ഥങ്ങളും ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ അനുസരിച്ച് തന്നെ ഉള്ളതായിരിക്കണം എന്ന നിഷ്കർഷയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ നിഷ്കർഷയുള്ള ഒരു രാജ്യത്ത് ഈ ഫസൈ സ്റ്റാൻഡേർഡ്സ് ഒന്നും നോക്കണ്ട എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ നമുക്ക് ശക്തമായ പ്രതിഷേധം. കാരണം കുട്ടികളാണ് നാളത്തെ കേരളം, നാളത്തെ ഇന്ത്യ എന്നോർത്തുകൊണ്ട് കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു സംസ്ഥാനത്തിന്, ഒരു സംസ്കാരത്തിന് വളർച്ചയുണ്ടാകൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനും. അപ്പൊ ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാനും അതിനെ എതിർക്കാനും നമുക്ക് കഴിയണം.